നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിൽ മകരജ്യോതി ദർശിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വള്ളക്കടവ് വനം വകുപ്പ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മകരജ്യോതി ദർശനത്തിനായി ജില്ല പൂർണ്ണ സജ്ജമായതായി കളക്ടർ വി വിഘ്നേശ്വരി, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർ ഉൾപ്പെട്ട സംഘം പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. കൃഷിഭൂമി പിടിച്ചെടുത്ത് വനമാക്കി മാറ്റി ഇടുക്കിയിൽ നിന്നും കർഷകരെ കുടിയിറക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഇടതു സർക്കാർ നടത്തുന്നതെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞാടാനുള്ള ഇടമായി ഇടുക്കിയെ മാറ്റാനാണ് സർക്കാർ നീക്കമെന്നും ജില്ലയിലെ ഇടതു നേതാക്കൾ ഇതിനൊത്താശ ചെയ്യുകയാണെന്നും ആരോപണം. പാമ്പാടംപാറ പത്തിനിപ്പാറയിലെ റേഷൻ കട അടച്ചുപൂട്ടാൻ നീക്കം നടക്കുന്നതായി പരാതി. ഇങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാവുക തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ റേഷൻ വാങ്ങാൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥ. ഉൾനാടൻ ഗ്രാമീണ മേഖലയിലെ റേഷൻ കട അടച്ചുപൂട്ടാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തം. വ്യാപാരികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായിട്ടുള്ള സമരപ്രഖ്യാപന കൺവെൻഷനും പ്രകടനവും 15-ാം തീയതി ബുധനാഴ്ച 2 മണിക്ക് ചെറുതോണിയിൽ നടക്കുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ നേതൃത്വം. ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. വിശദമായ വാർത്തകൾ. മകരജ്യോതി ദർശനത്തിനായി ജില്ല പൂർണ്ണ സജ്ജമായതായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. ജില്ലയിൽ മകരജ്യോതി ദർശിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് മുന്നോടിയായി വള്ളക്കടവിലെ വനം വകുപ്പ് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. യോഗത്തിന് ശേഷം ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർ ഉൾപ്പെട്ട സംഘം പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. മകരജ്യോതി ദർശനത്തിന്റെ ഭാഗമായി സമഗ്രമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇത്തവണയും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുള്ളത്. കുമ്മളി വഴി തിരക്ക് വർദ്ധിക്കുമ്പോൾ കമ്പംമെട്ട് വഴി തീർത്ഥാടകരെ കേരളത്തിലേക്ക് പ്രവേശിപ്പിക്കും. കുമ്മളി വഴി തിരികെ പോകാൻ സൗകര്യം ഒരുക്കും. പുല്ലുമേട്, സത്രം, വണ്ടിപ്പെരിയാർ, കുമ്മളി, പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നീ 5 പോയിന്റുകളിൽ ഫയർഫോഴ്സ് യൂണിറ്റ് സജ്ജമാണ്. പുല്ലുമേട്, സീതക്കുളം എന്നിവിടങ്ങളിൽ 2 യൂണിറ്റ് സഫാരി ഫയർ യൂണിറ്റിന്റെ ലഭ്യതയും ഉറപ്പാക്കി. BSNL പുല്ലുമേട്ടിൽ താൽക്കാലിക മൊബൈൽ ടവർ നിർമ്മിച്ച മൊബൈൽ കവറേജ് ലഭ്യമാക്കിയിട്ടുണ്ട്. പുല്ലുമേട്ടിൽ മെഡിക്കൽ ക്യാമ്പും ആരംഭിച്ചു. കുമളി, വണ്ടിപ്പെരിയാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ 24 മണിക്കൂർ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കും. തീർത്ഥാടകർ മകരജ്യോതി ദർശിക്കാനെത്തുന്ന ഇടങ്ങളിൽ സുരക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ബാരിക്കേഡുകൾ സ്ഥാപിച്ചതായും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു. സോ നമുക്ക് ആദ്യമുള്ളത് സുരക്ഷാ ക്രമീകരണങ്ങളാണ്. സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അവിടെ ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ പോലീസുമാരും നമ്മളിപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ആൾക്കാർ കൂടി നമ്മൾ അവിടെ നിയമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ റവന്യൂവിൽ നിന്ന് എക്സിക്യൂട്ടീവ് മാജിസ്ട്രേറ്റ്സ്, ഡ്യൂട്ടി മാജിസ്ട്രേറ്റ്സ്, പിന്നെ കുറച്ച് ഉദ്യോഗസ്ഥരെ കൂടി അവിടെ നിയമിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, മെഡിക്കലിൻ്റെ കാര്യത്തിൽ അവിടെ അത്യാവശ്യം നമ്മൾ 6 പോയിന്റ്സിൽ മെഡിക്കൽ ടീംസ്, ആംബുലൻസ് കൂടി സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ ഫയർ ടീംസും അവിടെ ഉണ്ട്, ഫയർഫോഴ്സിൻ്റെ ടീംസ് കൂടി അവിടെ ഉണ്ട്. അതുകൂടാതെ KSRTCയുടെ ഒരു 50 ബസ്സുകളാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കൂടുതൽ ബസ്സസ് കൂടി നമുക്ക് സജ്ജീകരിക്കാൻ സാധിക്കും. പിന്നെ വെള്ളത്തിൻ്റെ ലഭ്യത നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയിൽ നിന്ന് പിന്നെ നമുക്ക് ഫോറസ്റ്റിനകത്ത് ഓരോ കിലോമീറ്ററും കൂടി നമ്മൾ വാട്ടർ പോയിൻറ്റ്സ് സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ലൈറ്റ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സോ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഉള്ള ഒരു മകരവിളക്കിൻ്റെ ദർശനം കാണാനുള്ള എല്ലാ സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ, മകരവിളക്ക് കണ്ടിട്ട് ആൾക്കാരെല്ലാം തിരിച്ച് എത്തേണ്ടതാണ്. അടുത്ത ദിവസമോ ഇല്ലെങ്കിൽ വേറെ വഴിയാണോ നമ്മൾ ശബരിമല എത്തേണ്ടത്. അവിടെ നിന്ന് തന്നെ ശബരിമലയ്ക്ക് പോകുന്നുള്ള കാര്യം നമുക്ക് പറ്റത്തില്ല. ബിക്കോസ് അവിടെ നമ്മുടെ വൈൽഡ് അനിമൽസിൻ്റെ പ്രസൻസ് അവിടെ കാണുന്നത് കൊണ്ട് നമ്മൾ സൺസെറ്റിന് ശേഷം ആരും അങ്ങോട്ട് കടത്തി വിട്ടില്ല. 8 DYSPമാർ, 19 ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ 1200 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. പുറമെ 150 പ്രത്യേക ഉദ്യോഗസ്ഥർക്കും ചുമതല നൽകിയിട്ടുണ്ട്. ഹരിഹരൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതായും ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് പറഞ്ഞു. 8 DYSPമാരും 19 ഇൻസ്പെക്ടർമാർ ഉൾപ്പെടുന്ന 1200ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട മകരവിളക്ക് വ്യൂ പോയിന്റ്സായ പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലും കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുള്ളതാണ്. ഇതുകൂടാതെ 150ഓളം സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ വിവിധ ഡ്യൂട്ടികൾക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളതാണ്. ആസ്ക ലൈറ്റുകൾ പുല്ലുമേട് ഭാഗത്ത് നമ്മൾ വിന്യസിച്ചിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഹരിഹരൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരമുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ജില്ലാ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്.
മകരവിളക്ക് ദർശനശേഷം പുല്ലുമേട് നിന്നും സന്നിധാനത്തേക്ക് പോകാൻ തീർത്ഥാടകരെ അനുവദിക്കില്ല. ഇക്കാര്യത്തിൽ ഭക്തജനങ്ങൾ പോലീസിന്റെ നിർദ്ദേശം പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. കുമളി, പീരുമേട്, വണ്ടിപ്പെരിയാർ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തേനി പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. മകരവിളക്ക് ദിവസം കുമളി കോഴിക്കാനം റൂട്ടിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ 50 ബസ്സുകൾ KSRTC തീർത്ഥാടകർക്കായി സർവീസ് നടത്തും. 10 ബസ്സുകൾ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഉപയോഗിക്കാൻ ക്രമീകരിച്ചിട്ടുണ്ട്. മകരജ്യോതി കണ്ട ശേഷം സന്നിധാനത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരെ തടയാൻ പോലീസും വനംവകുപ്പും പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ജില്ലാ കളക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും നേതൃത്വത്തിൽ തീർത്ഥാടകർ മകരവിളക്ക് ദർശനം നടത്തുന്ന കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. കൃഷിഭൂമി പിടിച്ചെടുത്ത് വനമാക്കി മാറ്റി ഇടുക്കിയിൽ നിന്നും കർഷകരെ കുടിയിറക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഇടതു സർക്കാർ നടത്തുന്നതെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അഴിഞ്ഞാടാനുള്ള ഇടമായി ഇടുക്കിയെ മാറ്റാനാണ് സർക്കാർ നീക്കമെന്നും ജില്ലയിലെ ഇടതു നേതാക്കൾ ഇതിന് ഒത്താശ ചെയ്യുകയാണെന്നും ബിജോ മാണി ആരോപിച്ചു. പിണറായി സർക്കാർ ജില്ലയിൽ 4 റിസർവ് വനങ്ങൾ വിജ്ഞാപനം ചെയ്തത് കൂടാതെ ഉടുമ്പൻചോല താലൂക്കിലെ ചുന്നക്കനാൽ വില്ലേജിൽ ബ്ലോക്ക് 6-ൽ 290.35 ഹെക്ടർ ഭൂമി സംരക്ഷിത വനമാക്കിക്കൊണ്ട് 2021 മാർച്ച് 24-ന് കരട് വിജ്ഞാപനം ഇറക്കിയിരുന്നു. കൃഷിഭൂമി ഉൾപ്പെടെയാണ് ഇവിടെയും വനമാക്കി മാറ്റിയത്. MM മണി മന്ത്രിയായിരുന്ന കാലയളവിലാണ് സൂര്യനെല്ലി റിസർവ് എന്ന പേരിൽ ഈ പ്രദേശം സംരക്ഷിത വനമാക്കി വിജ്ഞാപനമിറക്കിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു ഈ വിജ്ഞാപനമിറക്കിയത്. ജില്ലയിലെ വനവിസ്തൃതി വർദ്ധിപ്പിച്ച് കാർഷിക മേഖലയിലും വനനിയമം നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ബിജോ മാണി ആരോപിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശ്രീ MM മണി മന്ത്രിയായിരുന്ന കാലയളവിലാണ് സൂര്യനെല്ലിയിൽ 290.35 ഹെക്ടർ ഭൂമി റിസർവ് ഫോറസ്റ്റായി കരട് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുള്ളത്. 2021 മാർച്ച് 24 ആ നോട്ടിഫിക്കേഷൻ്റെ കോപ്പിയുണ്ട്. അപ്പം ഇതോടെ കൂട്ടി കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയിൽ നമ്മുടെ ജില്ലയിൽ 5 റിസർവ് നോട്ടിഫിക്കേഷനുകളാണ് പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ളത്, കൃഷിഭൂമി ഉൾപ്പെടെ. ഇപ്പോൾ സൂര്യനെല്ലിയിൽ 290 ഹെക്ടർ ഭൂമി റിസർവ് ഫോറസ്റ്റ് ആക്കിയതിനകത്ത് ഇതിൻ്റെ തെക്ക് അതിർത്തി പറയുന്നതിനകത്ത് ഈ വിജ്ഞാപനം തന്നെ പറയുന്നുണ്ട്, ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ റീസർവേ നമ്പർ 62, തുടർന്ന് റവന്യൂ പുറമ്പോക്ക് ഇപ്പോൾ വിവിധ ആളുകളുടെ കൈവശത്തിൽ റീസർവേ നമ്പർ 61. അപ്പോൾ റീസർവേ നമ്പർ 61 വിവിധ ആളുകളുടെ കൈവശത്തിലുള്ള ഭൂമി ആണ് ഈ സൂര്യനെല്ലി റിസർവിൻ്റെ ഭാഗമായി സംരക്ഷിതമായി ഈ സർക്കാർ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം 1 ഇഞ്ച് വനവിസ്തൃതി പോലും ജില്ലയിൽ വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരങ്ങൾ നടത്തുകയും പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ജില്ലയിൽ ഇത്തരമൊരു ഗൂഢ നീക്കം നടത്തുന്നുള്ള കാര്യം വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവർ പറയുന്ന കാര്യം ഒന്ന്, പ്രവർത്തിക്കുന്ന കാര്യം വേറൊന്ന്. വനവിസ്തൃതി വർദ്ധിപ്പിച്ചും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്ന നിയമ ഭേദഗതി കൊണ്ടുവന്നും വന്യജീവി ശല്യം തടയാൻ നടപടി സ്വീകരിക്കാതെയും കർഷകരെ കുടിയൊഴിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് സർക്കാരിൻ്റേത്. സർക്കാർ കോടതിയിൽ മൗനം പാലിച്ച് പട്ടയ വിതരണം നിർത്തിവെക്കാനുള്ള ഉത്തരവ് വാങ്ങിയത് ഇതിന്റെ ഭാഗമാണ്. വാർത്താസമ്മേളനത്തിൽ DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ, ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ് എന്നിവർ പങ്കെടുത്തു. പാമ്പാടുംപാറ പത്തിനിപ്പാറയിലെ റേഷൻ കട അടച്ചുപൂട്ടാൻ നീക്കം നടക്കുന്നതായി പരാതി. ഇങ്ങനെ സംഭവിച്ചാൽ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ റേഷൻ വാങ്ങാൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥ സംജാതമാകും. ഉൾനാടൻ ഗ്രാമീണ മേഖലയിലെ റേഷൻ കട അടച്ചുപൂട്ടാനുള്ള നീക്കത്തിൽ പ്രതിഷേധവും ശക്തമാണ്. പൂർണ്ണമായും തോട്ടം തൊഴിലാളികളും കർഷക തൊഴിലാളികളും അധിവസിക്കുന്ന മേഖലയാണ് പത്തിനിപ്പാറ. നിലവിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയുടെ ലൈസൻസി ഒഴിവായതോടെയാണ് പ്രതിസന്ധിക്ക് തുടക്കം. മറ്റൊരു ലൈസൻസിയെ നിയമിക്കുന്നതിന് നോട്ടിഫിക്കേഷൻ ഇറക്കാതെ കട നിർത്തലാക്കുകയാണ് സിവിൽ സപ്ലൈസ് അധികൃതർ ചെയ്തത്. നിലവിലുള്ള സാധനങ്ങൾ തീരുന്നതുവരെ മാത്രം കട തുടർന്നാൽ മതിയെന്നാണ് താൽക്കാലിക നടത്തിപ്പുകാരന് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം മിനി പറഞ്ഞു. 250ഓളം കാർഡ് ഉടമകളുള്ള റേഷൻ കടയാണിത്. അപ്പോൾ ഇതൊരു പെട്ടെന്നൊരു അറിയിപ്പും കൂടാതെ പെട്ടെന്നൊരു ദിവസം ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അറിയിപ്പ് വന്നു. അത് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റേഷൻ കടയുടെ ഗുണഭോക്താക്കൾ വരുമ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ബസ് റൂട്ട് ഉള്ളിടമല്ല, ട്രിപ്പ് ജീപ്പോ ട്രിപ്പ് ഓട്ടോയോ ഒന്നും ഉള്ളിടമല്ല. അപ്പോൾ ഇവിടുന്ന് റേഷൻ സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾ ഒന്നീ മുണ്ടീരമയ്ക്ക് പോകണം, അല്ലെങ്കിൽ താന്നിമൂട് പോകണം, അല്ലെങ്കിൽ പാമ്പാടുംപാറയ്ക്ക് പോകണം. ഇത്രയും ദൂരം പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഓട്ടോ വിളിച്ചേ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ 100-300 രൂപ ഓട്ടോ കൂലി ആകും. ഇനി ഇത് മേടിക്കാൻ റേഷൻ കട സമയത്ത് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ കൂലിവേലയ്ക്ക് പോകുന്ന ആളുകൾക്ക് കൂലിപ്പണി അന്നത്തെ മുടക്കിയിട്ട് മാത്രമേ സാധനം മേടിക്കാനായിട്ട്
പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്നാണെന്ന് പറഞ്ഞാലും അവരുടെ അന്നത്തെ വരുമാനവും നഷ്ടപ്പെടുന്നു, കയ്യിൽ നിന്ന് വരുമാനവും കൊടുത്ത്. പിന്നെ ഇവിടെ എല്ലാം തോട്ടം മേഖലയിൽ പണിയെടുക്കാൻ പോകുന്ന കൂലിവേലക്കാരായിട്ടുള്ള ആളുകളാണ്. മാത്രമല്ല ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം തന്നെ BPL ലിസ്റ്റിലുള്ള ആളുകളുമാണ്. അപ്പോൾ അവരെല്ലാവരും തന്നെ റേഷൻ കടയിലെ അരികളാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കാർഡിൽ ഒരാളുള്ള ആളുകൾ റേഷൻ കാർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 5 കിലോ അരി മേടിക്കാൻ വേണ്ടിയിട്ടാണ് 300 രൂപയും അന്നത്തെ പണിക്കൂലി മുടക്കി ഇവർ റേഷൻ കടയിലേക്ക് പോകേണ്ട സാഹചര്യം വരുന്നത്. അപ്പോൾ എന്നാണെന്ന് പറഞ്ഞാലും റേഷൻ കടകൾ ഗ്രാമങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കേണ്ടതാണ്. നമ്മുടെ ബ്യൂട്ടി പാർലർ പോലെ ടൗണിന്റെ നടുക്ക് പ്രവർത്തിക്കേണ്ട സ്ഥാപനം അല്ല. അപ്പോൾ എന്നാണെന്ന് പറഞ്ഞാലും ഈ ഒരു സ്ഥാപനം ഇവിടെ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. സ്ഥാപനം ഇവിടെ തന്നെ നിലനിന്ന് പോകണം. ലൈസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈസൻസ് വേണ്ടാന്ന് തീരുമാനിച്ചാൽ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ട് അടുത്ത ലൈസൻസിയെ പോസ്റ്റ് ചെയ്ത് അതുവരെ ഒരാളാകുന്നിടം വരെ കട അതേപടി നിന്ന് പോവുകയാണ് ചെയ്യേണ്ടത്. ബസ്സുകളോ സമാന്തര സർവീസുകളോ ഇല്ലാത്ത മേഖലയാണ് പത്തിനിപ്പാറ. അടുത്ത റേഷൻ കടയെ ആശ്രയിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ അകലെ പാമ്പാടുംപാറയിലോ മുണ്ടിയിരുമയിലോ എത്തണം. തൊഴിലാളികൾ ജോലി കളഞ്ഞ് വാഹനം വിളിച്ചു പോകേണ്ട അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. പിന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ദൂരെ പോയി അരി മേടിക്കാനും ഒക്കെ 100-300 രൂപ ഓട്ടക്കൂലിയൊക്കെ കൊടുക്കണം. അതുകൊണ്ട് എല്ലാവരും കൂലിപ്പണിക്ക് പോകുന്നവരാണ്. അതുകൊണ്ട് ആ കൂലിപ്പണിയും കഴിഞ്ഞ് വന്ന് വേണം ഇവിടെ ഞങ്ങൾ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടായിരിക്കും വന്ന് അരി മേടിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ സ്ഥാപനം ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് ഞങ്ങൾ എല്ലാവരും പറയുന്നത്. 238 കാർഡ് ഉടമകളാണ് പത്തിനിപ്പാറ റേഷൻ കടയുടെ പരിധിയിലുള്ളത്. ഇതിൽ ഭൂരിഭാഗവും BPL കാർഡുകളാണ്. റേഷൻ കട നിർത്തലാക്കുന്നത് പ്രദേശത്തെ സാധാരണക്കാർക്ക് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. സ്ഥാപനം നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. വ്യാപാരികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായിട്ടുള്ള സമരപ്രഖ്യാപന കൺവെൻഷനും പ്രകടനവും 15-ാം തീയതി ബുധനാഴ്ച 2 മണിക്ക് ചെറുതോണിയിൽ നടക്കുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. വ്യാപാര സ്ഥാപനങ്ങളുടെ വാടകയ്ക്കുള്ള GST പൂർണ്ണമായും പിൻവലിക്കുക, ചെറുകിട വ്യാപാര മേഖലയിൽ ഗ്രാമങ്ങളിൽ കുത്തകകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക, ഓൺലൈൻ വ്യാപാരത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തുക തുടങ്ങിയ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെബ്രുവരി 18-ാം തീയതി വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുന്നത്. ഇതിനു മുന്നോടിയായി എല്ലാ ജില്ലകളിലും സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുന്നുണ്ട്. ജനുവരി 15-ാം തീയതി ബുധനാഴ്ച 2 മണിക്ക് ചെറുതോണി വ്യാപാര ഭവനിൽ നിന്നും പ്രതിഷേധ പ്രകടനം ആരംഭിക്കും. പ്രകടനത്തിൽ 100 കണക്കിന് വ്യാപാരികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാടകയ്ക്ക് ഏർപ്പെടുത്തിയ GST പൂർണ്ണമായി പിൻവലിക്കണം. 2, കുത്തക നയം ഗവൺമെന്റ് തിരുത്തണം. കുത്തകകളുടെ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലുമുള്ള കടന്നുകയറ്റം ഇപ്പോൾ വരികയാണ്, വ്യാപകമാവുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെറുകിട വ്യാപാര മേഖലയിലുള്ള ആയിരക്കണക്കിന് കടകൾ കൂട്ടിപ്പോകും. അപ്പോൾ കുത്തകവൽക്കരണത്തിന് അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഒരു കടിഞ്ഞാണിടണം എന്നുള്ളതാണ് ഞങ്ങളുടെ മറ്റൊരാവശ്യം. അതുപോലെ തന്നെയാണ് ഓൺലൈൻ വ്യാപാരം. ഓൺലൈൻ വ്യാപാരം യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇങ്ങനെ ദൈനംദിനം കൂടുതൽ മേഖലകളിലേക്ക് കടന്നു കയറുന്നതും ചെറുകിട വ്യാപാര മേഖലയെ തളർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് വ്യാപാരികളുടെ ഈ ചെറുകിട വ്യാപാര മേഖലയിൽ ഓരോ ദിവസവും പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് വ്യാപാര മേഖലയെ വരിഞ്ഞു മുറുക്കുന്ന ഒരു നയമാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പുലർത്തുന്നത്. അതുകൊണ്ട് ചെറുകിട വ്യാപാര മേഖലയ്ക്ക് അനുകൂലമായി ആ മേഖലയെ സ്വയം തൊഴിൽ മേഖല എന്ന നിലയിൽ കണ്ട് MSME എന്ന നിലയിൽ പരിഗണിച്ച് ആ മേഖലയെ നിലനിർത്തുന്നതിനാവശ്യമായ പുതിയ നിയമനിർമ്മാണങ്ങൾ നടത്തിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സംസ്ഥാന നേതാക്കളായ കുഞ്ഞാവു ഹാജി, ദേവസ്യ മേച്ചേരി, S ദേവരാജൻ, MK തോമസ് കുട്ടി, ബാബു കോട്ടയിൽ എന്നിവർ സംസാരിക്കും. ഫെബ്രുവരി 18-ന് നടക്കുന്ന പാർലമെന്റ് മാർച്ചിൽ ജില്ലയിൽ നിന്ന് 500 അംഗങ്ങൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ, സിജോമോൻ ജോസ്, ജോഷി കുട്ടട, സാജു പട്ടിർമഠം എന്നിവർ പങ്കെടുത്തു. മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. സെവൻമല എസ്റ്റേറ്റ് അപ്പർ ഡിവിഷനിലെ ലയങ്ങളോട് ചേർന്നാണ് കാട്ടുപോത്തിറങ്ങിയത്. സെവൻമല എസ്റ്റേറ്റ് അപ്പർ ഡിവിഷനിലെ ലയങ്ങളോട് ചേർന്നാണ് കാട്ടുപോത്ത് ഇറങ്ങിയത്. പ്രദേശവാസികൾ കാട്ടുപോത്തിന്റെ മുന്നിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. സമീപത്തെ തേയിലത്തോട്ടത്തിലൂടെ കാട്ടുപോത്ത് പിന്നീട് വനത്തിലേക്ക് പോയി.
മൂന്നാറിലെ ജനവാസ മേഖലയിൽ പലപ്പോഴും വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമാണ്. കഴിഞ്ഞ മാസം തോട്ടത്തിൽ ജോലിക്കിറങ്ങിയ തൊഴിലാളിക്ക് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായിരുന്നു. ആക്രമണത്തിൽ ഇവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പകൽ സമയങ്ങളിൽ പോലും വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്നതിനാൽ തൊഴിലാളികൾ ഏറെ ഭീതിയോടെയാണ് ജോലിക്കിറങ്ങുന്നത്. ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. വണ്ടിപ്പെരിയാറ്റിൽ തീപിടുത്തത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിച്ച സംഭവത്തിൽ അടിയന്തരമായി സർക്കാർ ധനസഹായം അനുവദിക്കണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകിയിട്ടുണ്ടെന്നും ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ പറഞ്ഞു. സ്ഥാപനങ്ങൾക്ക് തീപിടിച്ച സമയത്ത് ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ എത്തിച്ചേരാൻ താമസിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 2:10 പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് ഫയർഫോഴ്സുമായി പോലീസുകാർ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് 3:50 അവിടെ ഫയർഫോഴ്സിന്റെ വണ്ടി വരുന്നത്. ആദ്യത്തെ വണ്ടി വന്നപ്പം അതിൽ കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ ഷോപ്പിൽ തുടങ്ങിയ തീപിടുത്തം ഇവർക്ക് അണയ്ക്കാൻ പറ്റാതെ വന്നതുകൊണ്ട് തീ ഇങ്ങനെ പടർന്ന് വേണ്ടത്ര വെള്ളം സ്റ്റോക്കില്ലാത്തതുകൊണ്ട് അവർ വെള്ളം എടുക്കാൻ വേണ്ടി അവിടെ 2-3 കിണർ കാണിച്ചു കൊടുത്തപ്പോൾ അതിൽ നിന്ന് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. പിന്നീട് അധികാരികളുമായി ബന്ധപ്പെട്ടപ്പോഴാണ് കട്ടപ്പനയിൽ നിന്നും ഒരു യൂണിറ്റ് ഫയർഫോഴ്സിന്റെ യൂണിറ്റ് കൂടി അവിടെ എത്തിച്ചേർന്നത്. ഈ 2 യൂണിറ്റുകൾ പരിശ്രമിച്ചിട്ടും തീ അണയ്ക്കാനോ ഒന്ന് ശാന്തമാക്കാനോ പോലും കഴിഞ്ഞില്ല. ഒരു കടയിൽ തുടങ്ങിയ തീയെ വ്യാപിച്ച് 8 കടകളിൽ വ്യാപിച്ച് ഏതാണ്ട് തീരാറായപ്പോഴാണ് 6 മണി ആയപ്പോഴാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഞാൻ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ 5 മണിക്ക് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും അവസാനം ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് വന്നത്. MLA വാഴൂർ സോമൻ അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർ നിതാന്തമായി വിവിധ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടിട്ടും യഥാസമയം ഫയർഫോഴ്സിന്റെ വണ്ടി വരാത്തതിൽ ഒരു ചെറിയ ദുരൂഹതയുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അത് അവരുടെ അലംഭാവമാണെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം. ഇതിനേക്കാളെല്ലാം കൂടി പ്രധാനമായിട്ട് വ്യാപാരികളുടെ എന്ത് സ്ഥാപനം കത്തി നശിച്ചാലും എന്ത് നാശം സംഭവിച്ചാലും ഗവൺമെന്റ് ഒരു പൈസ നഷ്ടപരിഹാരം കൊടുക്കാൻ നമ്മുടെ നിയമമില്ലെന്നാണ് അവർ പറയുന്നത്. അത് മാറ്റിയിട്ട് വ്യാപാരികളും മനുഷ്യരാണ്, സ്വയം തൊഴിൽ കണ്ടെത്തിയ ആളുകളാണ് എന്ന പരിഗണന കൊടുത്തിട്ട് അടിയന്തരമായി ഒരു ധനസഹായം അവിടെ കട കത്തിപ്പോയ 8 വ്യാപാരികൾക്കും ഗവൺമെന്റ് അനുവദിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. റോഷി അഗസ്റ്റിന് മന്ത്രിക്ക് ഞങ്ങളൊരു പ്രത്യേക നിവേദനം കൊടുത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു സ്പെഷ്യൽ കേസായി പരിഗണിച്ച് വണ്ടിപ്പെരിയാറ്റിൽ കട കത്തി നശിച്ച 8 പേർക്കും അടിയന്തര ധനസഹായം എങ്കിലും അനുവദിക്കാൻ തയ്യാറാകണമെന്നാണ്. അത് മാത്രമല്ല 10,000-കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു പട്ടണമാണ് കുമളിയും വണ്ടിപ്പെരിയാറും ആ മേഖല. നമ്മുടെ ശബരിമല സീസണിലൊക്കെ ആയിരങ്ങളാണ് ഈ വണ്ടിപ്പെരിയാർ വഴി ഒരു ഇടത്താവളം പോലെ വന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കട്ടപ്പനയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് വണ്ടിപ്പെരിയാറ്റിലോ കുമളിയിലോ എത്തണമെങ്കിൽ ചുരുങ്ങിയത് 1 മണിക്കൂർ സമയം വേണം. അപ്പോൾ ഒരു അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് കുമളിയിലോ വണ്ടിപ്പെരിയാറ്റിലോ ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് കൂടി തുടങ്ങുന്നതിന് ഗവൺമെന്റ് അനുമതി നൽകണം എന്നും കൂടി ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. 1961 വനനിയമത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ജനദ്രോഹപരവും ഭരണഘടനാ വിരുദ്ധവുമായ ഭേദഗതികൾക്കെതിരെ വണ്ടൻമേട് കാർഡമം പ്ലാന്റേഷൻ ഫെഡറേഷൻ നേതൃത്വത്തിൽ 15-ന് കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ ഏകദിന ഉപവാസ സത്യാഗ്രഹം നടത്തും. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ സമരം ഉദ്ഘാടനം ചെയ്യുമെന്ന് സെക്രട്ടറി PR സന്തോഷ് പറഞ്ഞു. 1961 വനനിയമം അമെൻഡ് ചെയ്യാനുള്ള ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഈ അടുത്ത കാലത്തായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വണ്ടൻമേട് കാർഡമം പ്ലാന്റേഷൻ ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വൻപിച്ച ഒരു ഏകദിന ഉപവാസ സത്യാഗ്രഹ സമരം 15-ാം തീയതി ജനുവരി 15-ാം തീയതി രാവിലെ 9 മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ആദരണീയനായ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവ് ഉദ്ഘാടനം ചെയ്ത് ഒരു ദിവസത്തെ ഉപവാസ സത്യാഗ്രഹം നടത്തുകയാണ്. ഈ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ എന്ന് മാത്രമല്ല കേരളത്തിലെ ആകെ മലയോര പ്രദേശത്തും വനസമീപമുള്ള പ്രദേശങ്ങളിലും ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുർവഹമായ ഒരു നിയമ സംവിധാനമാണ് ഇപ്പോൾ കൊണ്ടുവരാൻ വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റ് ചില ഭൂവിഷയങ്ങൾ ഞങ്ങൾ ഇതോടൊപ്പം ഉയർത്തുന്നുണ്ട്. അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയനിൽ പുതുതായി ചുമതലയേറ്റ ഭരണസമിതിയുടെ പ്രഥമ യോഗം വണ്ടിപ്പെരിയാറിൽ നടന്നു. വണ്ടിപ്പെരിയാറിൽ തീപിടുത്തത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ വ്യാപാരികൾക്ക് സർക്കാർ അടിയന്തര ധനസഹായം നൽകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു.
പരിപാടിയിൽ വെച്ച് അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയനിൽ ലഭിച്ച കലണ്ടർ പ്രകാശനവും അംഗങ്ങൾക്കുള്ള വസ്ത്രവിതരണവും നടന്നു. വണ്ടിപ്പെരിയാറിൽ തീപിടുത്തത്തിൽ നാശനഷ്ടങ്ങളുണ്ടായ വ്യാപാരികൾക്ക് സർക്കാർ അടിയന്തര ധനസഹായം നൽകണമെന്നും പുല്ലുമേട്ടിൽ നിന്നും മകരവിളക്ക് ദർശനം കഴിഞ്ഞ് തിരികെ ഇറങ്ങുന്ന അയ്യപ്പ ഭക്തരോട് കാണിക്കുന്ന ക്രൂരത അവസാനിപ്പിക്കണമെന്നും വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി TC ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. യൂണിയൻ പ്രസിഡന്റ് അശോകൻ മാഞ്ചുറക്കൽ അധ്യക്ഷനായിരുന്നു. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റുമാരായ PV ഷൺമുഖൻ, M സോമൻ, ബോർഡ് അംഗം ബിനീഷ് ഉറുമ്പിൽ, ജോയിന്റ് സെക്രട്ടറി രൂപേഷ്, മഹിളാ സംഘം രക്ഷാധികാരി സുമതി ടീച്ചർ, പ്രസിഡന്റ് പുഷ്പ ബിജു, അമ്പിളി രൂപേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മറയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ മതിയാംവിധം ജീവനക്കാരെ നിയമിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. ജീവനക്കാരുടെ കുറവ് മൂലം സേവനങ്ങൾ ലഭിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നുവെന്നാണ് ആക്ഷേപം. ഈ സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ ഫണ്ടുകൾ വിനിയോഗിക്കുന്ന കാര്യത്തിലടക്കം പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും ജനപ്രതിനിധികൾ ആരോപിക്കുന്നു. മറയൂർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ തസ്തികകളിൽ ഉണ്ടാകേണ്ടുന്ന ജീവനക്കാരുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നാണ് ആക്ഷേപം. ഈ സാഹചര്യം ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് വിലങ്ങുതടിയാകുന്നുവെന്നും പരാതി ഉയരുന്നു. 13 വാർഡുകളുള്ള പഞ്ചായത്തിൽ ആദിവാസികൾ ഉൾപ്പെടെ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളാണ് ഏറെയുമുള്ളത്. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് കിലോമീറ്ററുകളോളം കാൽനടയായും വാഹനക്കൂലി നൽകിയുമൊക്കെ ഓരോ ആവശ്യങ്ങൾക്കായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തുമ്പോൾ ജീവനക്കാരുടെ കുറവ് മൂലം കാര്യം നടക്കാതെ തിരികെ പോകേണ്ടി വരുന്ന സാഹചര്യം വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്നും പരാതിയുണ്ട്. കാലങ്ങളായി ഈ കഴിഞ്ഞ 8 മാസക്കാലമായി ഓഫീസുകളിലും നമ്മുടെ മന്ത്രിയുടെ ഓഫീസിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും നാളിതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. മറയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് 107 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ കിലോമീറ്റർ അകലിൽ നിന്നും ആളുകൾ പഞ്ചായത്തിലെ സേവനങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ 16 കിലോമീറ്റർ കൂടുതൽ ആദിവാസി മേഖലയിലെ 16 കിലോമീറ്റർ കൂടുതൽ ആളുകൾ നടന്നു വന്നാൽ പോലും അവർക്ക് അടിയന്തരമായി സേവനം ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലാകാലങ്ങളിൽ അറിയിക്കേണ്ടതായ ഓഫീസിൽ അറിയിച്ചാൽ പോലും ഉദ്യോഗസ്ഥരെ നിയമിച്ചാൽ 2 മാസം ഇവിടെ ആ ഉദ്യോഗസ്ഥന് ജോലി ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവർക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്ന നടപടിയുമാണ് ബന്ധപ്പെട്ട മേലധികാരികൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലെ ആദിവാസി മേഖല കൊടുക്കുന്ന പ്രദേശത്ത് പഞ്ചായത്തിൽ അടിയന്തരമായി സ്റ്റാഫുകൾ നിയമിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഈ കാര്യത്തിൽ അറിയിക്കുന്നത്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ആരോപണം. ജീവനക്കാരുടെ കുറവ് മൂലം സേവനങ്ങൾ ലഭിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നുവെന്നാണ് ആക്ഷേപം. ഈ സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ ഫണ്ടുകൾ വിനിയോഗിക്കുന്ന കാര്യത്തിലടക്കം പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും ജനപ്രതിനിധികൾ ആരോപിക്കുന്നു. ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. കട്ടപ്പന നഗരസഭാ പരിധിയിലെ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളോടെ കാണികളുടെ മനസ്സു നിറച്ച കലോത്സവം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ 2024-25 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ICDSന്റെ സഹകരണത്തോടെയാണ് നഗരസഭാ പരിധിയിലെ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം നടത്തിയത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നക്ഷത്രോത്സവം എന്ന പേരിലാണ് CSI ഗാർഡനിൽ കലാവിരുന്ന് ഒരുക്കിയത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. മിന്നിത്തെളിയുന്ന നക്ഷത്രങ്ങള് മക്കളെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഓരോ കലാപരമായ കാര്യങ്ങൾ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നു. അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഓരോ അധ്യാപകരും സിസ്റ്റർമാരും എത്രമാത്രമാണ്. ഞാൻ ചിന്തിക്കുമായിരുന്നു, എൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ലാളിക്കും സ്നേഹിക്കും, അല്ലെ അവരെ പുറത്തേക്ക് കൊണ്ടുവരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കുഞ്ഞിനെ ദൈവം തമ്പുരാൻ തരാനായിട്ട് തമ്പുരാൻ മുകളിൽ നിന്ന് നോക്കി ഈ കുഞ്ഞിനെ ആർക്കാണ് കൊടുക്കേണ്ടത്, അതിനു പറ്റിയ മാതാപിതാക്കളെ തിരഞ്ഞെടുത്ത് ദൈവം അവരുടെ കരങ്ങളിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചു. കലോത്സവത്തിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി. സമാപന സമ്മേളനം മുൻ ചെയർമാൻ ജോയി വെട്ടുക്കുഴി ഉദ്ഘാടനം ചെയ്തു. ലീലാമ്മ ബേബി, CB പാറപ്പായി, ബീന ജോബി, സിജു ചക്കമൂട്ടിൽ, രാജൻ കാലാച്ചിറ, ഷമേജ് K ജോർജ്, സജിമുൾ ഷാജി, സുധർമ്മ മോഹനൻ, ഷജി തങ്കച്ചൻ, ജോൺ പുരിയടം, പ്രശാന്ത് രാജു, രജിത രമേശ്,
നിഷ PM, സോണിയ JB, ധന്യ അനിൽ, ദീപ സെബാസ്റ്റ്യൻ, രത്നമ സുരേന്ദ്രൻ, ജാസ്മിൻ ജോർജ്, അനിത റജി തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചാർ നെരിയമ്പാറ മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായ കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനം കോവിൽമലയിൽ നടന്നു. സ്നേഹക്കൂട്ടായ്മയുടെയും പൊതുസമ്മേളനത്തിന്റെയും ഉദ്ഘാടനം SNDP യോഗം കോവിൽമല ശാഖാ പ്രസിഡന്റ് പ്രശാന്ത് TGയും കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം VR ആനന്ദനും നിർവഹിച്ചു. നരിയമ്പാറ മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത്. കാരുണ്യ സ്പർശം പദ്ധതിയിലൂടെ സ്കൂൾ ഗ്രാമീണ ഹൃദയങ്ങളിലേക്ക് എത്തുന്നു. ചികിത്സാ പദ്ധതികൾ, ആശ്രയ പദ്ധതികൾ, ആഘോഷങ്ങൾ, മനുഷ്യനന്മയ്ക്ക് എന്ന ചിന്താ പദ്ധതി, സ്വാന്തനം കിറ്റ് വിതരണം, ജീവകാരുണ്യ സ്കോളർഷിപ്പുകൾ എന്നിവ കാരുണ്യ സ്പർശം പദ്ധതിയിൽ ഉൾപ്പെടും. സ്നേഹക്കൂട്ടായ്മയുടെയും പൊതുസമ്മേളനത്തിന്റെയും ഉദ്ഘാടനം SNDP യോഗം കോഴിമല ശാഖാ പ്രസിഡന്റ് പ്രശാന്ത് TG നിർവഹിച്ചു. കച്ചവട സ്ഥാപനം എന്ന നിലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിക്കൊണ്ട് കുട്ടികളുടെ ഉന്നമനത്തിനും അതുപോലെ തന്നെ അവരെ സഹായിക്കുക, അവരുടെ കഷ്ടപ്പാടുകൾ തിരിച്ചറിയുക, അവരെ സഹായിക്കുക എന്ന ലക്ഷ്യങ്ങളോട് കൂടി അതുപോലെ തന്നെ അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കലോത്സവങ്ങളിലൊക്കെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. അതിലൊക്കെ നമുക്ക് ഈ ഫേസ്ബുക്ക് പേജ് അതുപോലെ ഉള്ള പേജുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. നരിയമ്പാറ മന്ന മെമ്മോറിയൽ സ്കൂളിൽ പോയിന്റ് നിലകളിൽ ഒക്കെയുള്ള ആ ഒരു ലഭ്യത നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്കൂള് എന്ന നിലയിൽ ഈ കാരുണ്യം എന്ന് പറയുന്നത് നമുക്കറിയാം. കാരുണ്യം അർഹിക്കുന്ന ആൾക്കാരെ നമ്മൾ കാരുണ്യത്തോട് തന്നെ പിന്തുടരേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് ഈ കാലഘട്ടത്തിലുള്ളത്. ഗ്രാമപഞ്ചായത്ത് അംഗം VR ആനന്ദൻ കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോവിൽമലയിലെ ഇതുപോലെ തീർത്തും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് സഹായിക്കാൻ അതിന് തീർച്ചയായും PTA അതിന് മുൻകൈയെടുത്ത് സ്കൂളിലെ അധ്യാപകരുൾപ്പെടെയും എല്ലാവരും മുൻകൈയെടുത്ത് സഹായ ഹസ്തവുമായി മുന്നോട്ട് വരികയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും അത് ഇവിടെ സത്യത്തിൽ നമുക്ക് മറ്റുള്ള സ്കൂളുകളിലെ അപേക്ഷിച്ച് അങ്ങനൊരു ഇത് നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ നരിയമ്പാറ സ്കൂളിനെ അപേക്ഷിച്ച് അത് ഇന്ന് പോലെ പണ്ട് മുതൽ തന്നെ അങ്ങനെയാണ്. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലം പോലെ അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു. പേരന്റിംഗ് സമീപനത്തിന്റെ മികവ് എന്ന വിഷയത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ വിധു എ സോമൻ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. അതിലൊരു പ്രധാന ആരോഗ്യം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലേ. നല്ല ആരോഗ്യം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഒരു സുസ്ഥിതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിലെ ശാരീരിക ആരോഗ്യം, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. ശാരീരിക ആരോഗ്യം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ കുഴപ്പമൊന്നുമില്ല, മറ്റു വികലാംഗത്വങ്ങളൊന്നുമില്ല. കോഴിമല SNDP ഹാളിൽ നടന്ന യോഗത്തിൽ PTA പ്രസിഡന്റ് മഞ്ജേഷ് KM അധ്യക്ഷനായിരുന്നു. പ്രോഗ്രാം കോർഡിനേറ്റർ ജോർജ് ജേക്കബ് ആമുഖ പ്രഭാഷണം നടത്തി. പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ദേവാനന്ദ് KRന്റെ വേർപാടിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. നരിയമ്പാറ മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിലെ ആദ്യകാല വിദ്യാർത്ഥിയായ മണി ചന്ദ്രനെ, ഇന്ദു സാബു, ഉഷ സന്തോഷ് എന്നിവർ ആദരിച്ചു. SS അനിത ശേഖർ, അജീഷ് NS, ബിനു CP, ബാബു PS പ്രദീപ് കുമാർ, TS ഗിരീഷ് കുമാർ, അരുൺകുമാർ ദാസ് B, മെർലിൻ കുര്യൻ എന്നിവർ സംസാരിച്ചു. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 45ാമത് വാർഷികവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പ് സമ്മേളനവും ഇഗ്നൈറ്റ് 2K25 എന്ന പേരിൽ സംഘടിപ്പിച്ചു. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 1980 സ്ഥാപിതമായ സ്കൂളിന്റെ 45ാമത് വാർഷികവും സ്തുത്യർഹമായ സേവനങ്ങൾക്ക് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയപ്പ് സമ്മേളനവുമാണ് സ്കൂൾ അങ്കണത്തിൽ നടന്നത്. 2022 മികച്ച ഹയർ സെക്കൻഡറി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും സ്കൂൾ പ്രിൻസിപ്പലുമായി ജോസഫ് മാത്യു, ഹൈസ്കൂൾ വിഭാഗം ഫിസിക്കൽ സയൻസ് അധ്യാപകൻ ഔസേബ് MA, നാച്ചുറൽ സയൻസ് അധ്യാപിക ബിൻസി ജോസഫ് എന്നിവരാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത്. ഇടുക്കി രൂപതാ മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ അധ്യക്ഷത വഹിച്ച യോഗം രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ഈ കുടിയേറി വരുന്ന ആദ്യ തലമുറയ്ക്ക് പലപ്പോഴും വിദ്യാഭ്യാസം അന്യമായിരുന്നു. എന്നാൽ രണ്ടാം തലമുറയായപ്പോഴേക്കും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് പ്രത്യേകമായ പ്രതിബദ്ധത, അത് ഇടുക്കിയിലാണെങ്കിലും ഇന്ത്യയുടെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും മികച്ച വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിൽ ക്രൈസ്തവ സഭകൾ, കത്തോലിക്ക സഭയാണെങ്കിലും ഇതര
ക്രൈസ്തവ സമൂഹങ്ങളാണെങ്കിലും വളരെയേറെ പ്രതിബദ്ധത കാണിക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു തലമുറയെ, മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ വലിയ പ്രതിബദ്ധത സഭ എക്കാലവും പ്രദർശിപ്പിക്കുന്നു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് നരിത്തൂക്കിൽ, ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ ജോർജ് തകടിയേൽ അനുഗ്രഹ പ്രഭാഷണവും ഫോട്ടോ അനാച്ഛാദനവും നടത്തി. ഹെഡ് മിസ്ട്രസ് ജിജിമോൾ മാത്യു ഡിജിറ്റൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോട്ടയം, ഇടുക്കി ജില്ലകളുടെ RDD, VGPN എൻഡോവ്മെന്റുകൾ വിതരണം ചെയ്തു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ്, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബിച്ചൻ തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗം വിജി വിജിൽ, PTA പ്രസിഡന്റ് റിജി ജോർജ്, അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൽബിൻ മേക്കാട്ട തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് സ്വീകരണം നൽകി. വിജയികളായവരെ തുറന്ന വാഹനത്തിലാണ് കട്ടപ്പന ടൗൺ ചുറ്റി റാലി നടത്തി എതിരേറ്റത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, കൗൺസിലർ ധന്യ അനിൽ എന്നിവർ മാലയിട്ടാണ് സ്വീകരിച്ചത്. മധ്യപ്രദേശിലെ റാഞ്ചിയിൽ വെച്ച് നടന്ന ദേശീയ സ്കൂൾ കായികമേളയിൽ കേരളത്തിനായി റിലേയിൽ സ്വർണം നേടിയ ജോബിന ജോബി, സംസ്ഥാന കലോത്സവത്തിൽ പദ്യം ചൊല്ലൽ മത്സരത്തിൽ A ഗ്രേഡ് നേടിയ അനീഷ PS, ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനുള്ള ട്രയൽസിന് അർഹത നേടിയ അഭിരാമി CJ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് ജിതിൻ കൊല്ലംകുടി, പ്രിൻസിപ്പൽ മിനി ഐസക്, ബിന്ദു വർഗീസ്, ആസാദ് CS, ബിൽസൺ ജോസഫ്, പ്രദീപ് കുമാർ VJ, ചിന്നു മരിയ, സുനി പരമേശ്വരൻ, റാണി ജോർജ് എന്നിവർ നേതൃത്വം നൽകി. കട്ടപ്പന NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ധനുമാസ തിരുവാതിര ആഘോഷം നടന്നു. നിരവധി പേർ പങ്കെടുത്ത തിരുവാതിര കളിയും കൈകൊട്ടിക്കളിയും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. എല്ലാ വർഷവും നടത്തിവരുന്ന ആഘോഷങ്ങൾ പുതുമയോടും ചിട്ടിയോടും കൂടിയാണ് സംഘടിപ്പിച്ചത്. കരയോഗം, വനിതാ സമാജം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്ത തിരുവാതിര കളിയും കൈകൊട്ടിക്കളിയും നടന്നു. തുടർന്ന് പരമ്പരാഗത രീതിയിലുള്ള തിരുവാതിര പുഴുക്ക് സമർപ്പണം നടന്നു. കരയോഗം പ്രസിഡന്റ് KV വിശ്വനാഥൻ വണ്ടാനത്ത്, സെക്രട്ടറി ശശികുമാർ മുല്ലയ്ക്കൽ, വനിതാ സമാജം പ്രസിഡന്റ് മീനാക്ഷി അമ്മ ആനിവേലിൽ, സെക്രട്ടറി ഉഷാ ബാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവാതിര ആഘോഷങ്ങളുടെ മഹാത്മ്യത്തെപ്പറ്റി ഷേർലി രഘുനാഥ്, പുരുഷോത്തമൻ നായർ, സുരേഷ് കുമാർ ചക്കൻ പറമ്പിൽ, ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ധനുമാസത്തിലെ തിരുവാതിരയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. മഹാദേവന്റെ പിറന്നാളാണെന്നും അതുപോലെ തന്നെ പാർവതി ദേവി നെടുമാങ്കല്യത്തിന് വേണ്ടി നോയമ്പ്, അതായത് വ്രതം അനുഷ്ഠിച്ചിരുന്ന ദിവസമാണെന്നും ഐതിഹ്യമുണ്ട്. സാധാരണയായിട്ട് 7 ദിവസമാണ് നോയമ്പെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ചുരുങ്ങി 3 ദിവസത്തേക്കായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ മുങ്ങിക്കുളി, പാതിര പൂച്ചോടൽ, തിരുവാതിര പുഴുക്ക് ഇവയെല്ലാമാണ് ഇതിൽ പ്രാധാന്യമായിട്ടുള്ളത്. എന്തായാലും ഉദ്ദേശശുദ്ധിയോടുകൂടി നെടുമാംഗല്യത്തിനായിട്ടാണെങ്കിലും വിവാഹിതരാകാത്ത സ്ത്രീകൾ ഉത്തമരായ ഭർത്താക്കന്മാരെ ലഭിക്കുന്നതിനായിട്ടാണ് ഇത് നടത്തിപ്പോരുന്നത്. പരിപാടികളിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. നായർ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കട്ടപ്പന തൊവരയാറിൽ തിരുവാതിര ആഘോഷം സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ തിരുവാതിര ആഘോഷത്തിൽ പങ്കെടുത്തു. ധനുമാസത്തിലെ തിരുവാതിര നായർ സർവീസ് സംഘം സമുചിതമായാണ് ആഘോഷിച്ചത്. തിരുവാതിര സന്ധ്യയിൽ തൊവരയാർ നായർ സർവീസ് സംഘവും വള്ളക്കടവ് നായർ സർവീസ് സംഘവും സംയുക്തമായി തിരുവാതിര അവതരിപ്പിച്ചു. കലാപരിപാടികളും നടന്നു. ഇലയാടും കുളിരുലാവും നാട്.
പ്രായഭേദമന്യേ നിരവധി ആളുകളാണ് തിരുവാതിര ആഘോഷത്തിൽ പങ്കെടുത്തത്. തൊവരിയാർ നായർ സർവീസ് സംഘം പ്രസിഡന്റ് റജി കെ, വള്ളക്കടവ് നായർ സർവീസ് സംഘം പ്രസിഡന്റ് കെ സന്തോഷ്, സെക്രട്ടറിമാരായ സന്തോഷ് വി ഡി, ടി വിശ്വംഭരൻ, വനിതാ സമാജം പ്രസിഡന്റ് ജയശ്രീ വിജയകുമാർ, സെക്രട്ടറി രമാപ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. കീരിത്തോട് ശിവപാർവതി ക്ഷേത്രത്തിൽ ധനുത്തിരുവാതിര മഹോത്സവത്തിന് തുടക്കമായി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ധനുത്തിരുവാതിര മഹോത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി സനീഷ് മുരളീധരൻ ശാന്തികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. SNDP യോഗം ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് മുഖ്യ സന്ദേശം നൽകി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ധനു തിരുവാതിര മഹോത്സവത്തിനാണ് കീരിത്തോട് ശിവപാർവതി ക്ഷേത്രത്തിൽ തുടക്കമായത്. മംഗല്യവതികളായ സ്ത്രീകൾ ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിനു വേണ്ടിയും കന്യകമാർ നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനുമാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത്. കീരിത്തോട് ശിവപാർവതി ക്ഷേത്രത്തിലെ ആദ്യ ധനു തിരുവാതിര മഹോത്സവത്തിനാണ് തുടക്കമായത്. ക്ഷേത്ര ആചാര ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി സനീഷ് മുരളീധരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. SNDP ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് തിരുവാതിര സന്ദേശം നൽകി. നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് സുഖവും സന്തോഷവും. ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കരങ്ങൾ കൊണ്ട് ലോകത്ത് സമർപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയിൽ ഇതിന്റെ സമർപ്പണം എങ്ങനെയെങ്കിലും ജീവിച്ച് അവസാനിപ്പിക്കണമെന്ന്. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. സുഖത്തോടും സന്തോഷത്തോടും ഒരായുസ് മുതൽ സുഖത്തോടും സന്തോഷത്തോടും ജീവിക്കുവാൻ എനിക്ക് സാധിക്കണം എന്നാണ് ഭഗവാൻ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത്. ആ സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും പ്രാരംഭമാവട്ടെ ഈ തിരുനടയിൽ നടക്കുന്ന ഈ മംഗളകർമ്മം. ഇതിനുവേണ്ടി അണിഞ്ഞൊരുങ്ങിയ ക്ഷേത്രമുറ്റത്ത് ചുവടുവയ്ക്കുന്ന എല്ലാ മനസ്സുകളും അനുഭവിക്കുന്ന സന്തോഷം ഞങ്ങളും കാണുന്നു. തുടർന്ന് വിവിധ സ്ത്രീ കൂട്ടായ്മകളുടെ തിരുവാതിര ക്ഷേത്ര സന്തോഷ് കടമാനത്ത്, സെക്രട്ടറി നിഖിൽ പുഷ്പരാജ്, വനിതാ സംഘം പ്രസിഡന്റ് പ്രവീണ പ്രമോദ്, സെക്രട്ടറി രമ്യ അനീഷ്, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളായ ജയേഷ് അരിപ്പാറ, സുനിഷ് വാഴമേൽപ്പുറത്ത് എന്നിവർ നേതൃത്വം നൽകി. പൊങ്കൽ ആഘോഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി വണ്ടിപ്പെരിയാറിലെ തോട്ടം മേഖല. പൊങ്കൽ ആഘോഷങ്ങളിലെ പ്രധാന ഇനമായ കരിമ്പാണ് വിപണി കീഴടക്കിയതിൽ പ്രധാനി. തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കുന്ന കരിമ്പിന് 50 രൂപ മുതലാണ് വില. തമിഴ്നാടിന്റെ ദേശീയ ഉത്സവമായി കരുതപ്പെടുന്ന പൊങ്കൽ കേരളത്തിലെ അതിർത്തി ജില്ലകളിലും ആഘോഷിക്കാറുണ്ട്. ഇതിൽ ഇടുക്കി ജില്ലയിലെ തമിഴ് വംശജർ കൂടുതലായി അധിവസിക്കുന്ന ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് താലൂക്കുകളിലാണ് പൊങ്കൽ ആഘോഷങ്ങൾ പ്രധാനമായും നടക്കുന്നത്. ജനുവരി 14 തുടങ്ങി 3 ദിവസങ്ങളിലായാണ് പൊങ്കൽ ആഘോഷം. തമിഴ് മാസമായ മാർഗഴിയുടെ അവസാന ദിവസം തുടങ്ങി തൈമാസം 3-ാം തീയതി അവസാനിക്കും. ഓരോ ദിവസങ്ങൾക്കും വ്യത്യസ്ത ചടങ്ങുകളും വിശ്വാസങ്ങളുമുണ്ട്. പ്രധാന ആഘോഷമായ തൈപ്പൊങ്കൽ മകരമാസം 1-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. അതിനാൽ മകരസംക്രാന്തി എന്നും ഇതിന് പേരുണ്ട്. പൊങ്കൽ ആഘോഷങ്ങളിലെ ഒഴിച്ചുകൂടാനാകാത്ത കരിമ്പ് വിപണിയും തോട്ടം മേഖലകളിൽ സജീവമായി കഴിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നുമാണ് ജില്ലയിലേക്ക് കരിമ്പ് എത്തിക്കുന്നത്. 50-60 രൂപയ്ക്കാണ് വിൽപ്പന. പൊങ്കലിന് മുന്നോടിയായി ഇത്തവണ നേരത്തെ തന്നെ കരിമ്പ് വിപണി സജീവമായെന്നും വരും ദിവസങ്ങളിൽ കച്ചവടം കൂടുതൽ ഉഷാറാകുമെന്നും വ്യാപാരികൾ പറയുന്നു. തമിഴ്നാട്ടിൽ ഇരുന്നാണ് കരിമ്പ് വരുന്നത്. 50 രൂപ 60 രൂപ വെച്ചാണ് വിൽക്കുന്നത്. കച്ചവടം ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട്. ഇനി കച്ചവടം കൂടും. കരിമ്പ് വിപണിക്ക് പുറമെ പൊങ്കലിനോടനുബന്ധമായി ഉപയോഗിക്കുന്ന പൂക്കൾ, നിറങ്ങൾ കലർത്തിയുള്ള പൊടികൾ, മധുര പലഹാരങ്ങൾ എന്നിവയുടെ വിപണിയും സജീവമായി കഴിഞ്ഞു. നവീകരിച്ച റൗണ്ട് സ്പോർട്സ് ആൻഡ് വെൽനെസ് സെന്ററിന്റെ ഉദ്ഘാടനവും വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികളെ അനുമോദിക്കലും കഞ്ഞിക്കുഴിയിൽ നടന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച റൗണ്ട് 2 സ്പോർട്സ് ആൻഡ് വെൽനസ് സെന്ററിന്റെയും തായ്ക്കൊണ്ട വിഭാഗത്തിൽ സംസ്ഥാന ജില്ലാതല മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിൽവി സോജൻ അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാ വാർഡുകളിൽ നിന്നും ഉള്ള കുട്ടികളെ നമുക്കിവിടെ വരുത്തുവാനും എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കൊണ്ടുപോകാനും സാധിക്കട്ടെ. അതിനുവേണ്ടുന്ന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്തും ഉൾപ്പെടുന്ന ടീം അതിനുവേണ്ടുന്ന വർക്കുകളും സഹായങ്ങളും ചെയ്യുന്നതായിരിക്കുമെന്ന് ഉറപ്പ് വരുന്നു. സംസ്ഥാനതലത്തിൽ ഗോൾഡ് മെഡൽ നേടി നാഷണൽ തല മത്സരത്തിൽ പങ്കെടുത്ത ദേവപ്രിയ സിജു, ജില്ലാതലത്തിൽ ഗോൾഡ് മെഡൽ നേടി സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുത്ത റയാൻ മനോജ്, മിത്ര ഷിനു, അനാമിക ചാപ്ലിൻ, ജില്ലാതലത്തിൽ സിൽവർ മെഡൽ നേടിയ ബി ഋതു ശ്രേയസ്, ആഷിഖ് കുര്യൻ എന്നിവരെ ചടങ്ങിൽ മൊമന്റോ നൽകി അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സോയിമോൻ സണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിഷ സുരേന്ദ്രൻ, ടിൻസി തോമസ്, സ്മിത ദീപു എന്നിവർ സംസാരിച്ചു. രാജേഷ് ടി ആർ, റോമിയോ റിജിമോൻ എന്നിവർ നേതൃത്വം നൽകി.
ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. നാടിനെ ഉത്സവലഹരിയിലാക്കിയ കട്ടപ്പന ഫെസ്റ്റ് സമാപിച്ചു. 2024 ഡിസംബർ 18 ആരംഭിച്ച ഫെസ്റ്റ് കട്ടപ്പനയെ പ്രകമ്പനം കൊള്ളിച്ച ശേഷമാണ് 2025 ജനുവരി 12 സമാപിച്ചത്. വിവിധ അമ്യൂസ്മെന്റ് റൈഡുകൾക്കൊപ്പം ടണൽ എക്സ്പോ ആയിരുന്നു ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണം. 2024 ഡിസംബർ 18 മുതലാണ് കട്ടപ്പനയിൽ ഫെസ്റ്റിന് തിരിതെളിഞ്ഞത്. ക്രിസ്മസ് പുതുവത്സരാവധികളെ ആനന്ദമാക്കാൻ ആരംഭിച്ച ഫെസ്റ്റ് വീണ്ടും ദിവസങ്ങളോളം നീണ്ടു. കടലിന്റെ അടിത്തട്ടിലെ കാഴ്ചകൾ അനുഭവപ്പെടുന്ന ടണൽ എക്സ്പോ ആയിരുന്നു ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആനന്ദം പകരുന്നതായിരുന്നു ടണലിനുള്ളിലെ കാഴ്ചകൾ. തുടർന്നുള്ള ബേഡ്സ് എക്സ്പോയും ഏറെ കൗതുകം പകരുന്നതായിരുന്നു. വിവിധ വസ്തുക്കളെ പരിചയപ്പെടുത്തുകയും വാങ്ങാൻ അവസരമൊരുക്കുകയും ചെയ്ത സ്റ്റാളുകളിൽ എന്നും വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. പ്രധാന നഗരങ്ങളിലും ടൗണുകളിലും മാത്രം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന അമ്യൂസ്മെന്റ് റൈഡുകൾ ഫെസ്റ്റിൽ സാഹസിക വിനോദത്തിനും അവസരമൊരുക്കി. മുതിർന്നവർക്കൊപ്പം കുട്ടികൾക്കും നിരവധി റൈഡുകളും ആക്ടിവിറ്റികളുമാണ് ഫെസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഇതോടൊപ്പം നിരവധി സാംസ്കാരിക പരിപാടികളും ഗാനമേളകളും നടന്നു. ഹൈറേഞ്ചിൽ ആദ്യമായി ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിനും ഫെസ്റ്റിൽ വേദിയൊരുങ്ങി. സമാപന യോഗത്തിൽ സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. ഇനി കട്ടപ്പനയെ ഒന്നാകെ ഇളക്കിമറിക്കുന്ന ഫെസ്റ്റിന് ഒരു കൊല്ലം കൂടി കാത്തിരിക്കണം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്കാലയിലെ വിവരം. ആകെ ലോട്ട് 107. വിൽപ്പനയ്ക്ക് വന്നത് 16,127. വിൽപ്പന നടന്നത് 14,974. കൂടിയ വില 3,334. ശരാശരി വില 3,097. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ. ഏലം കൂടിയ വില 3000. ഏലം ശരാശരി വില 2,800. കാപ്പിപ്പരിപ്പ് 400. ഗ്രാമ്പു 925. കൊക്കോ 170. റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,340 രൂപ. വെള്ളി 102. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ മകരജ്യോതി ദർശിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വള്ളക്കടവ് വനം വകുപ്പ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മകരജ്യോതി ദർശനത്തിനായി ജില്ല പൂർണ്ണ സജ്ജമായതായി കളക്ടർ വി വിഘ്നേശ്വരി. ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർ ഉൾപ്പെട്ട സംഘം പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. കൃഷിഭൂമി പിടിച്ചെടുത്ത് വനമാക്കി മാറ്റി ഇടുക്കിയിൽ നിന്നും കർഷകരെ കുടിയിറക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഇടതു സർക്കാർ നടത്തുന്നതെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞാടാനുള്ള ഇടമായി ഇടുക്കിയെ മാറ്റാനാണ് സർക്കാർ നീക്കമെന്നും ജില്ലയിലെ ഇടതു നേതാക്കൾ ഇതിനൊത്താശ ചെയ്യുകയാണെന്നും ആരോപണം. പാമ്പാടംപാറ പത്തിനിപ്പാറയിലെ റേഷൻ കട അടച്ചുപൂട്ടാൻ നീക്കം നടക്കുന്നതായി പരാതി. ഇങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാവുക തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ റേഷൻ വാങ്ങാൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥ. ഉൾനാടൻ ഗ്രാമീണ മേഖലയിലെ റേഷൻ കട അടച്ചുപൂട്ടാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തം. വ്യാപാരികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായിട്ടുള്ള സമരപ്രഖ്യാപന കൺവെൻഷനും പ്രകടനവും 15-ാം തീയതി ബുധനാഴ്ച 2 മണിക്ക് ചെറുതോണിയിൽ നടക്കുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ നേതൃത്വം. ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.